ഭാഷാഭേദമില്ലാതെ കലയെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്കും കന്നഡ സിനിമാ ലോകത്തിനും നല്ല സുപരിചിതമാണ് സാൻഡൽവുഡിന്റെ തിളക്കം. ഇപ്പോൾ ഇതാ കന്നഡ സിനിമയിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരു താരം കാലുവയ്ക്കാൻ വേണ്ടി പോവുകയാണ്. തൻ്റെ കന്നഡ അരങ്ങേറ്റത്തിലൂടെ ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയനാകാൻ പോകുന്ന നമ്മുടെ സ്വന്തം കണ്ണൂരിന്റെ സ്വന്തം വിപിനാണ് ഇന്ന് സവി ടോക്സിൽ എൻ്റെ കൂടെ ഉള്ളത്. എന്താണ് പ്രശ്നം? ചേട്ടാ എന്താ ഒന്നുമില്ല സാർ. എന്താ ഒരു പ്രശ്നമാണ് സാർ. ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ये साला क्या बड़बड़ कर रहा है? Yes, sir. We are going in. ഞാനല്ല, ഇത് ഗോഡ്സേലെ കിളിയാണ്. മനസ്സിലായി, കാര്യം പറ. അതെ, ഇന്ന് ഞങ്ങളുടെ വണ്ടിക്ക് ബുക്കിംഗ് കുറവാണല്ലോ. വല്ല പഞ്ചറോ ബ്രേക്ക് ഡൗണോ വല്ലതും വരികയാണെങ്കിലേ ഞങ്ങളുടെ വണ്ടിക്ക് തന്നെ ബുക്കിംഗ് തരണം കേട്ടോ. വേറെ ആരെങ്കിലും വരുന്നോ? ഗർഭാപ്സി ഓഫറാണ്, ഇവിടെ ചാർജ്. എന്നാ പോട്ടെ, മനുഷ്യ തരാം. ഹായ് വിപിൻ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ കരിക്കാട എന്ന് പറയുന്ന മൂവിയാണ് റിലീസ് ചെയ്യുന്നത്. കരിക്കാടിന്റെ ടീസർ കണ്ടു, ഒരു രക്ഷയില്ലാട്ടോ. സൂപ്പർബ് ആണ് ആക്ച്വലി. അതില് കാട നട്ടരാജ് അവരാണ് ലീഡ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് അതിൽ ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ തന്നെയാണ് വിപിൻ വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. കാരണം വിപിനും അറിയാം നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെ, നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റ് ദക്ഷിണേന്ത്യൻ സിനിമയിലേക്കൊക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അപ്പൊ അതൊരു വലിയൊരു ജേർണിയൊക്കെ ഉണ്ടാകും. സോ അതിന് മുന്നേ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ മലയാളം സിനിമയിലും എനിക്ക് തോന്നുന്നു കുറേ അധികം സിനിമയിൽ ഇപ്പോൾ വിപിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ടിയാൻ, അതേപോലെ കൊത്ത്, ഇനി വരാൻ പോകുന്ന പാട്രിയോട്ട് അല്ലെ, വലിയൊരു മൾട്ടി സ്റ്റാറർ മൂവിയാണ്. മമ്മൂക്ക, മോഹൻലാൽ, ചാക്കോച്ചൻ, അങ്ങനെ കുറേ അധികം പേരുള്ള ആ ഒരു സിനിമയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ 2003-ലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുന്നത്. അപ്പം ആ കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും എഞ്ചിനീയറിംഗിന്റെ ആ ഒരു നമ്മുടെ കരിയർ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെ മനസ്സിലും. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ നമ്മുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഫിലിം ആക്ടിങ് ആണ്, പക്ഷെ എങ്ങനെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കാല് വെക്കും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു യാതൊരു ക്ലൂ ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ, പക്ഷെ എന്നാലും ഇത് നമ്മുടെ ഒരു ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സാധനം കിടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ എക്സാംസ് കഴിഞ്ഞു, നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഉടനെ ഞാൻ പിന്നെ ബോംബെയിലേക്കാണ് കയറുന്നത്. ബോംബെയിൽ നിന്ന് ഞാൻ അവിടെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ അവിടെ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോയിൻസിഡൻ്റലായിട്ട് എൻ്റെ അടുത്ത് താമസിക്കുന്നത് ഒരു ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു പയ്യൻ. അപ്പം അവൻ ഫുൾ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും നാടകങ്ങളും ഒക്കെ ആയിട്ടുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും അവനും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനുമായി. അങ്ങനെ അവൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അതാണ് പിന്നെ രാംനാഥ് തെർവർസ് ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ താണയിൽ. അവിടെയാണ് അവൻ ആണ് എന്നെ കൂട്ടി കൊണ്ടുപോകുന്നതും. അങ്ങനെയാണ് ഞാൻ മെല്ലനെ ആ ഒരു തിയേറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നാടകങ്ങൾ, തിയേറ്റേഴ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം അതിലേക്ക് അവിടെ ഞാൻ എത്തുന്നതും പിന്നെ ഇതിൻ്റെ ഒരു ജേണി ഉണ്ട്. അതായത് നമ്മളെ ഫിലിം ആക്ടിങ് പോലെയല്ല നാടകം. അതിൻ്റെ അകത്ത് നമ്മളെ ഒരു ആക്ടർ ഇൻ പെർഫോമിങ് ഓൺ സ്റ്റേജ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ വേറെ തന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയറും നമ്മളെ ക്യാരക്ടർ ബ്രേക്കിങ്ങും നമ്മളെ എങ്ങനെ ഹൗ ടു പെർഫോം എന്നുള്ള രീതിയിലൊക്കെ കംപ്ലീറ്റ്ലി വേറെയാണ്. ആ ജേണി സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫിലിം ആക്ടറിനെക്കാട്ടി കൂടുതൽ ഞാൻ തിയേറ്റർ ആക്ടിങ് ആണ് ഇഷ്ടപ്പെടുന്നത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
നാടകത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് തന്നെ അതൊരു ഭയങ്കര ഹൈ ആണ്. ശരി, ഇപ്പോൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിലും തിയേറ്റർ ചെയ്തിട്ടുള്ള ഒരു ആക്ടേഴ്സിന്റെ ഒരു പ്രകടനം എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനും. നമ്മള് മുമ്പ് ഞാനിപ്പം നമ്മളെ തിലകൻ ചേട്ടന്റെ ഒക്കെ അഭിനയം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അവര് ഏത് ഇതിലിട്ടാലും ഇപ്പം മൂവീസ് ആയാലും നാടകമായാലും സീരിയൽസ് ആയാലും എന്തിലും അവർ ചെയ്താലും അവര് ഒരു ഭയങ്കര നമ്മൾ അവരിലേക്ക് ഒരു അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അത് ഈ പറയുന്ന നമ്മളെ KPS ലളിത ചേച്ചി, ഈ നാടകം ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പെർഫോം ചെയ്യുമ്പം അവരെ ഒരു ഓറ, മറ്റുള്ള ആൾക്കാരൊക്കെ ആർട്ടിസ്റ്റ് വെറും എന്താ പറയുക ഡമ്മികളായിട്ട് സൈഡിൽ നിന്ന് പോകും. അത്രയും ഒരു പെർഫോമൻസ് ഉണ്ട്. പക്ഷെ ആ വരും കാലം കുറച്ച് മാറിയ സമയത്ത് ഇപ്പൊ ഈ വരുന്ന അടുത്ത ആൾക്കാർക്കൊന്നും തിയേറ്റേഴ്സിനോടൊന്നും അധികം ഒരു ഇതില്ല. അവര് ഡയറക്റ്റ്ലി വരുന്നു, ഫിലിമിൽ വരുന്നു, ചെയ്തു പോകുന്നു എന്നല്ലാതെ പിന്നെ വെബ് സീരീസ്, ഫിലിം മാത്രമായിട്ട് അങ്ങോട്ടങ്ങ് ഇതായി. തിയേറ്റേഴ്സ് പിന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ മുകേഷ് ഏട്ടൻ ഒരുപാട് സ്ട്രെസ് ചെയ്യും. തിയേറ്റേഴ്സ് ഉള്ള ആക്ടേഴ്സ് എന്താണ് അവരുടെ ഒരു ഇപ്പവും അവര് പല ഇന്റർവ്യൂസിലും സ്ട്രെസ് ചെയ്യാറുണ്ട്. ആക്ടറിന് കിട്ടുന്ന ഒരു സാധനമുണ്ട് അവിടെ, അത് നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എന്തായിട്ടും നമുക്ക് അത് ഫിലിം ആക്ടിങ്ങിനും അത് റിഫ്ലക്ട് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മളൊരു എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നേ തിയേറ്റർ ഒക്കെ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ആക്ടിങ്ങിന്റെ കാര്യത്തിൽ. അതെ, അത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. അത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹൗ ആൻ ആക്ടർ അണ്ടർസ്റ്റാൻഡ്സ് നമ്മുടെ സ്റ്റേജ് എന്താണ്, നമ്മളെ ഓഡിയൻസ് എന്താണ്. പിന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ നമ്മളെ പിന്നെ ബോംബെയിൽ ഒരു പൃഥ്വിരാജ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ജൂഹുള്ള തിയേറ്ററാണ്. അവിടെയൊക്കെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഫിലിം ഓഡിയൻസ് പോലെ തന്നെ അവിടുത്തെ ആളുകൾ വന്നിട്ട് കാണുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മളെ നാട്ടിലിപ്പോൾ ഒരു നാടകം വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും പക്ഷെ പണ്ടൊക്കെ സത്യം ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടരുണ്ടാവും. ഇന്നത്തെ പിന്നെ ജനറേഷനൊന്നും നാടകം പോയി കാണാനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അവര് വളരെ എന്നുവെച്ചാൽ ഭയങ്കര വലിയ ഇപ്പം പിന്നെ റിലയൻസിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ വലിയ കമ്പനിയുള്ള ആൾക്കാർക്കൊക്കെ നാടകം പോയി കാണാൻ അവർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൾച്ചർ ഉണ്ട് അവിടെ. അത് സ്വാഭാവികമായിട്ടും അത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. ബിക്കോസ് സംതിങ് നമ്മളിപ്പം ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമൂഹം അവർക്ക് മനസ്സിലാകുകയാണ് നമുക്ക് ഒരു പടത്തിന് പോകാൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ നമുക്കൊരു നാടകം പോയി കാണാൻ ഒരു ഫാമിലി ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും ആ ഒരു കൾച്ചറും ആ സൊസൈറ്റിയും ഇറ്റ്സ് ഹെഡഡ് ഇൻ ദാറ്റ് വേ. കാരണം എന്നല്ലേ അവർക്ക് പറയാൻ പറ്റുന്നത് ഇന്ന് നമുക്ക് ഇവിടെ ഒരു പ്ലേ ഉണ്ട്, ഈ പ്ലേ ഉണ്ട്, നമുക്ക് ഇന്ന് ആളെ പോയി കാണാം എന്നൊക്കെ പറയുമ്പോൾ അത്രയും യെസ് ആ ടേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആ രീതിയിലാണ് അവർ ഡെവലപ്ഡ് ആയിരിക്കുന്നത്. പിന്നെ ബോംബെൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ കൾമിനേഷൻ ഓഫ് ഓൾ ദി കൾച്ചേഴ്സ്. ഇപ്പം സൗത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട്, അതേപോലെ നോർത്ത് ഇന്ത്യൻസ് ആയാലും അവരുടെ എല്ലായിടത്തും പിന്നെ സിന്ധി, പഞ്ചാബി, പല സ്ഥലത്തു നിന്നുള്ള ആളുകളെ ഒരു കൾമിനേഷൻ. അപ്പൊ ഈ ഡിഫറെന്റ് കൾച്ചേഴ്സ് ഇത്രയും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഇല്ല. ഇത് നമ്മൾ പണ്ട് ഇങ്ങനെ കേട്ടിട്ടില്ലേ, സിനിമ മോഹമുള്ളവരെല്ലാവരും ട്രെയിൻ കയറുന്നു നേരം ബോംബെയിലേക്ക്. അപ്പൊ ശരിക്കും സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് മുംബൈയിലെ സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. അത് വിപിന്റെ കാര്യത്തിലും അത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണല്ലോ. നേരെ ബോംബെയിൽ പോയി പിന്നെ എന്താ പറയാ ഒരു പറയുന്നത് പോലെ വൈദ്യൻ കൽപ്പിച്ചതും എത്തി അല്ലെ. അപ്പോ എന്തായാലും നമ്മളുടെ ഇപ്പൊ ഈ വരാൻ പോകുന്ന മൂവി കരിക്കാട, അതിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയാണ് ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്? ബിക്കോസ് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. എന്നുവെച്ചാൽ സിനിമാ മോഹവുമായിട്ട് എത്രയധികം പേര് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ വിപിന്റെ ഒരു ജേർണി കേൾക്കാൻ താല്പര്യമുണ്ട്. അതിന് മുന്നേ ആയിട്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കരിക്കാടയിലേക്ക് എങ്ങനെയാണ് ആ ഒരു എൻട്രി എന്നുള്ളതെന്ന് പറയാം. നമ്മുടെ കൊറോണ സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാം നമ്മൾ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് അറിയാൻ പാടില്ലാത്തൊരു സമയത്താണ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന് നമ്മുടെ തമിഴ് മൂവി അമരനിൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതോടൊപ്പം തന്നെയാണ് ഈ കന്നഡ മൂവിയിലേക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഒരു രീതിയിലാണ് ഇവരെനിക്ക് അവിടത്തേക്ക് വിളിച്ചത്. അപ്പൊ അന്നേരം എന്ന് വെച്ചാൽ നമുക്ക് വർക്കില്ല, എത്ര ഓഡീഷൻസ് അപ്ലൈ ചെയ്തിട്ടും എത്ര സ്ഥലത്ത് പോയി കണ്ടിട്ടും ഒന്നും ഒരു വിളിയും വരാത്ത സ്ഥലത്ത് അവരെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് പോവാണ്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫിലിം ലൊക്കേഷനിലേക്ക് എത്തുക,
അവിടെ എത്തി അവർ ആ പ്രോസസ്സ് കാണുക എന്നുള്ളതിന് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു വലിയ ഹൈ ആണ്. അപ്പം അങ്ങനെ ചുമ്മാ വെറുതെ ആ ജൂനിയർ ആർട്സ് ആയിട്ട് അവിടെ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ദിവസം അവരുമായിട്ടെല്ലാം മിങ്കിൾ ചെയ്തു. രണ്ടാമത്തെ ദിവസം ഈ ഡയറക്ടർ എന്നോട് വന്നിട്ട് ചോദിക്കണം, പിന്നെ വെങ്കടേഷ് എന്നാണ് ഈ ഡയറക്ടർ പേര്, പുള്ളിൻ്റെ ആദ്യത്തെ മൂവിയാണിത്. പുള്ളി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കന്നഡയിൽ ഡയലോഗ്സ് ഒക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു കന്നഡ അറിയില്ല, ഒന്നാമത്തെ കാര്യം കന്നഡ അറിയില്ല, ഗൊത്തില്ല. അപ്പോൾ രണ്ടാമത് പിന്നെ ശ്രമിക്കാം, കാരണം വെച്ചാൽ അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ ഇതിന്റെ പിന്നെ തുപ്പാക്കി കാന്ത എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, അടിപൊളി. അപ്പോ പറഞ്ഞ വെച്ചാല് പുള്ളിക്ക് ഇത് എങ്ങനെ ആലോചിച്ചിട്ടും ഇവിടെ ഏത് നടനെയാണ് ആ ഒരു സ്പോട്ടിലേക്ക് പ്ലേസ് ചെയ്യേണ്ടെന്ന് പുള്ളിക്ക് കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ബാക്കിയെല്ലാം സെറ്റായി. അപ്പം എനിക്ക് നിങ്ങളെ കണ്ടപ്പം എനിക്ക് അത് നിങ്ങൾ ആ റോളിൽ ആപ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങളെല്ലാം എനിക്ക് വിട്ടേക്ക്. കാരണം വെച്ചാൽ എനിക്കത് മതി. കാരണം വെച്ചാൽ ഒരു സംവിധായകന് ഇന്നയാൾക്ക് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി നിങ്ങളെല്ലാം എനിക്ക് വിട്ടേക്ക്, ഭാഷ ഞാൻ പഠിച്ചോളും, എല്ലാം ഡയലോഗ്സ് പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തോളും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞെങ്കിലും ഈ ഡയറക്ടർക്ക് എങ്ങനെ ഈ പുള്ളി ഇത് കൈകാര്യം ചെയ്യുന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്, കാടാ നട്ടരാജ് എന്ന് പറയുന്നത്. പുള്ളിയൊക്കെ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുന്ന, ഒരു കന്നഡ അറിയാത്തൊരു വ്യക്തിനെയാണോ നിങ്ങൾ ഇതിന്റെ അകത്ത്. അപ്പം പുള്ളി പറയുന്നത് നിങ്ങൾ നോക്കിക്കോ സാർ, നിങ്ങൾ നോക്കിക്കോ. അപ്പം പുള്ളീൻ്റെ ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ താങ്ക്സ് പറയണം. കാരണം വെച്ചാൽ ആ ഒരു പുള്ളീൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പം അത് ഞങ്ങൾ ആക്ച്വലി ചെയ്ത് വന്നപ്പം ഇതിനകത്ത് ഏറ്റവും പറയണ വെച്ചാൽ എൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്നത് ബൽരാജ് വാടി സാറാണ്. ബൽരാജ് വാടി സാർ നമ്മളെ കാന്താരയിൽ പിന്നെ ഋഷഭ് ഷെട്ടിന്റെ ഒരു ഫാദർ ഫിഗർ ആയിട്ട് ഉള്ള ഒരു വ്യക്തിയുണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് എൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ബൽരാജ് വാടി സാറിന്റെ ഒരു ദിവസം കോമ്പിനേഷൻ വെച്ചു. അപ്പൊ എൻ്റെ അടുക്ക എല്ലാവരും വന്നിട്ട് സാർ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, അപ്പം നിങ്ങൾ എന്തെങ്കിലും പാളി പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെയാ പറയാ, കയ്യിന്ന് പോകും. പ്രത്യേകിച്ച് ഡയറക്ടർ അല്ലേ, ഡയറക്ടർക്ക്. അപ്പൊ ഡയറക്ടർ എന്ന് വെച്ചാൽ എല്ലാവരും പുള്ളി തന്നെ കുറ്റപ്പെടുത്തുന്നുള്ളതുകൊണ്ടാണ് പുള്ളി. ഞാൻ പറഞ്ഞു സാർ എല്ലാം സെറ്റാണ്, നിങ്ങളൊന്നും പേടിക്കണ്ടെന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞു. പുള്ളി ബൽരാജ് വാടി സാർ പറഞ്ഞു ഓക്കെ, എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഭാഷ അറിയാത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല, നോക്കാം. അങ്ങനെ പോകെ 2 ഷോട്ട് കഴിഞ്ഞ് 3 ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് ലാസ്റ്റിൽ എനിക്ക് ഓർമ്മയില്ല, രാത്രി എത്തുന്ന നമ്മളൊരു സീൻ്റെ സമയത്ത് ഈ പുള്ളി എൻ്റെ പുറത്ത് വന്നിട്ട് തട്ടി. ബൽരാജ് സാർ വന്നിട്ട് പുറത്ത് തട്ടിയിട്ട് പുള്ളി ഡയറക്ടറോട് പറയാന്ന്. ഞാൻ കംപ്ലീറ്റ്ലി ഷോക്ക് ആയിട്ടുള്ള, എനിക്കറിയില്ല എങ്ങനെ ഒരു കന്നഡ അറിയാത്തൊരു വ്യക്തി ഇത്ര, അതായത് നമ്മളെ ഒരു കന്നഡയിലെ ഒരു ആക്ടർ വന്നിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തന്നെയുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു പോയി. ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് ആയിപ്പോയി. കാരണം വെച്ചാല് അത്രയൊരു മൂമെന്റ്. എന്നിട്ട് എല്ലാവരും കൈയടിച്ചു, പ്രൊഡക്ഷൻ ടീം എല്ലാവരും കൈയടിച്ചു. കാടാ നട്ടരാജൊക്കെ പറഞ്ഞു ഇത് ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു പറയാന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അത് എടുത്തു പറയണം. ഒരു വിജയ് ചെണ്ടൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ ഒരു ശ്രീനിവാസൻ സാറൊക്കെ ഉള്ള ആ ഒരു ലെവലിലുള്ള ഒരു എന്താ പറയുക, പിന്നെ കൊമേഡിയനാണ്, പ്ലസ് ഒരു ഭയങ്കര നല്ല ഒരു എല്ലാ പിന്നെ പൊളിറ്റിക്കലും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വിജയ് ചെണ്ടൂർ എന്ന് പറയുന്ന ഈ പുള്ളി. പിന്നെ എൻ്റെ അനുജനായിട്ട് അഭിനയിച്ച യശ് ഷെട്ടി, ഇവരൊക്കെ എനിക്ക് എന്താ പറയുക നല്ല സപ്പോർട്ടാണ് തന്നത്. ത്രൂ ഔട്ട് ക്രൂ എല്ലാവരും വളരെ നല്ല ഇത്. പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക പ്രൊഡ്യൂസർ ശരിക്കും പറഞ്ഞാൽ ദീപ്തി ദാമോദർ, അതായത് കാടാ നട്ടരാജിന്റെ വൈഫാണ് ആക്ച്വലി പ്രൊഡ്യൂസർ, അവരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. എല്ലാവരും ഒരു താരനിര തന്നെയുണ്ട് ശരിക്കും ആ ഒരു ഫിലിമിൽ. ഇപ്പൊ പറഞ്ഞ പോലെ ബാല സാറും വേറെ ഇപ്പൊ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ സാറിന്റെ പോലെ തന്നെയുള്ള അത്രയും സീനിയർ ആർട്ടിസ്റ്റും അത്രയും ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ടും നമുക്ക് തന്നെ ശരിക്കും കേൾക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒരു താരം അവിടെ പോയിട്ട് എല്ലാവരുടെയും കയ്യടിയെല്ലാം കിട്ടുന്ന നമുക്ക് തന്നെ ഒരു ഗൂസ് ബംപ് ശരിക്കും ആ ഒരു സ്റ്റോറിയെല്ലാം കേൾക്കും, ഭയങ്കര സന്തോഷം. അതേപോലെ ഇപ്പൊ ഇതിൽ ഞാൻ ആ ഒരു ടീസറെല്ലാം കണ്ടപ്പോൾ നല്ല വേറെ തന്നെ ഒരു മാസ് ലുക്കിലാണ് ശരിക്കും വിപിനെ കണ്ടത്. കയ്യിൽ ഗണ്ണൊക്കെ പിടിച്ചിട്ട് കുറേയധികം ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യം ഒന്ന് പറയാമോ, എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല? അതിനു വേണ്ടിയിട്ട് പഠിച്ചിരുന്നോ? ഒന്നുമില്ല. അവിടെ പോയപ്പം ഈ പറയുന്ന തുപ്പാക്കി കാന്ത എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി കാടാ നട്ടരാജ് ഇതിന്റെ ഹീറോ ആണ്. ഡയറക്ടറോട് പറയുന്നത് നമുക്ക് ഈ ഒരു ലുക്ക് പുള്ളിക്ക് പിടിക്കാം. അപ്പം അത് അങ്ങനെ ചെയ്തു. പിന്നീട് നല്ല ഫ്രണ്ട്സാണ് ഈ കാടാ നട്ടരാജ് എന്ന് പറയുന്ന ഹീറോയും ഈ തുപ്പാക്കി കാന്തയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്.
പിന്നെ അവിടുന്ന് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഫിലിമിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. എങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നു ഒക്കെ ഏതായാലും നമുക്ക് നോക്കാം. 6-ാം തീയതി നമ്മളെ പടം 6-ാം തീയതി റിലീസ് ആണ്. എന്തായാലും നമ്മളെല്ലാവരും വൻ വെയിറ്റിംഗ് ആണ് വിപിൻ. അതേപോലെ തന്നെ എനിക്ക് അറിയേണ്ടത്, അപ്പോൾ തിയേറ്ററെല്ലാം ചെയ്തു, പക്ഷെ എന്നാലും ഫിലിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ മലയാളം ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അത് 2007 ഞാൻ ആക്ച്വലി ബോംബെ ഈസി ആയിരുന്നില്ലല്ലോ. 2007 ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. വന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ മലയാളത്തിലെ ഒരു ഫിലിമിലേക്ക് ഞാൻ കാല് വെക്കുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ നമ്മുടെ കണ്ണൂരിലുണ്ടായ ഒരു ഷൂട്ടുള്ള സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ അരവിന്ദേട്ടനാണ് അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അവർ എന്റെ നെയ്ബറാണ്. യെസ് നമ്മളെ ആദ്യഘട്ടലായിരുന്നു ആ സമയത്ത് ഞാൻ താമസിക്കുന്നത്. അപ്പം നമ്മളെ നെയ്ബറായിരുന്നു അരവിന്ദേട്ടൻ. അപ്പൊ അങ്ങനെ അവരെ ത്രൂ ആണ് ഞാൻ ഇവിടെ പഴശ്ശിരാജന്റെ സെറ്റിലെത്തുന്നു. അപ്പൊ സ്വാഭാവികം എനിക്ക് സത്യം പറഞ്ഞ നേരം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോയിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നതും. നമ്മളൊരു ബടനായിരുന്നു. അപ്പം ഇതിന്റെ സീൻ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാല് നമ്മളെ കനിഹന്റെ പാട്ടുണ്ടല്ലോ, കുന്നത്തെ കൊന്നക്കുമ്പോൾ പൊന്നോതിന് പാട്ട്. ആ പാട്ടില് ഒരു ഒരു ഇല്ലം പോലെ ഒരു എന്നിട്ട് പിന്നെ പഴശ്ശിരാജ മമ്മൂക്ക ഒരു വെള്ള കുതിരയിൽ വരുന്ന സംഭവം കഴിഞ്ഞു. ഈ കനിഹനെ കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്ക വരുന്ന ആ ഇതിലേക്ക് ആ റൂമിന്റെ പുറത്ത് വാളും പരിചയമായിട്ട് നിൽക്കുന്ന പടം അയച്ചാന്നുള്ളത്. അപ്പൊ എന്റെ ഫസ്റ്റ് സീൻ സത്യം പറഞ്ഞാല് ഞാൻ പടമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നത് മമ്മൂക്ക എന്റെ ഒരു എൻട്രി ആണ്. ഓക്കെ, പക്ഷെ അത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ, നിൽക്കുമ്പോ കാണുന്നത് മമ്മൂക്കേനാണല്ലോ. അതെ, ഈ ഭാഗ്യം. പക്ഷെ ഇതിനകത്ത് വേറെ സംഭവിച്ചെന്ന് വെച്ചാല് ഇവിടുന്ന് ഹരിഹരൻ സാറ് അവിടുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ കേൾക്കുന്നില്ല. കാരണം ഞാൻ മമ്മൂക്കന്റെ ആ ഒരു ഓറയില് മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഇത്രയും സ്വപ്നങ്ങളും കാര്യങ്ങളും നിൽക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫുൾ. അപ്പൊ ഇവിടുന്ന് ഡയറക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അതിന് കുറെ ചീത്ത കേട്ടു. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്ക് തന്നെ കണ്ടാ അല്ലേ, നമുക്ക് ഒരു രക്ഷയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അത്രയും ഓരയാണ് പുള്ളിക്കാരൻ, കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ വിപിൻ, വാട്ട് എ ജേർണി ആക്ച്വലി. ആ ഒരു ബടനിൽ നിന്നും അല്ലെ കന്നഡയില് ഇത്രയും അധികം ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മളുടെ കന്നഡ, തമിഴ്, തെലുങ്ക്, ദക്ഷിണേന്ത്യൻ സിനിമ മാത്രമല്ല നമ്മുടെ മലയാള സിനിമയിൽ ഇനി അടിപൊളി വേഷത്തിലേക്കെല്ലാം ഇനി വിപിനെ കാണാൻ സാധിക്കില്ല. ആ ഒരു ബടനിൽ നിന്നും ഈ ഒരു ഇത്രയും കൊല്ലം എടുത്തു ശരിക്കും. അപ്പൊ എന്താണ് ശരിക്കും ഒരു യൂത്തിനോടൊക്കെ പറയാനുള്ളത്? ഇപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ടാൽ അത് നടക്കും എന്നുള്ളത് ഇപ്പൊ വിപിൻ അതൊരു കാര്യം നടന്ന് എത്തിയിട്ടുണ്ടല്ലോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ അല്ലെ. നമുക്കൊരു സംഭവം വേണമെങ്കിൽ അതിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പം എനിക്കിപ്പം ഇപ്പോഴത്തെ യൂത്തിനിടയ്ക്ക് നമുക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ ഒരു സാഹചര്യം ആയിരുന്നില്ല നമ്മുടെ ഒരു യൂത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇപ്പം എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. അപ്പം എനിക്കൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടെന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കൂടെയാണ് ഞാൻ വന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒന്നിക്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ഇതല്ലാണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത് എന്ന് ഓപ്ഷനേ ഇല്ല. അപ്പം അറിയാലോ ഇപ്പൊ 90s ആ ഒരു സമയം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അതിലങ്ങാടി നമ്മൾ വന്നു. പക്ഷെ ഒരു കാര്യം എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു വെച്ചാലും എൻ്റെ ജേർണി, എൻ്റെ ഡ്രീം ഫോളോ ചെയ്യണ്ടെങ്കിൽ ഐ ഹാവ് ടു സ്റ്റാർട്ട് earning on my own and then only I'll be able to do anything else. പിന്നെ സ്വാഭാവികമായിട്ടും പാരൻസിനൊരു ഇതുണ്ടാവും, നമുക്ക് ആർക്കും അറിയാത്ത ഒരു മേഖലയിലേക്കാണ് ഇവൻ പോകുന്നത്. അതും ഒന്നും ആർക്കും പറയാൻ പറ്റാത്ത പ്രെഡിക്റ്റബിലിറ്റി വളരെ ഇതുള്ള ഒരു ഏരിയ. അപ്പൊ പോകുമ്പം എന്താവും, അവന്റെ ഫ്യൂച്ചർ എന്താവും, സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഈ പറയുന്ന പോലെ അവരെ മുമ്പിൽ തെളിയിച്ച് കാണിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ആ റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ആ ടിയാൻ എന്ന് പറഞ്ഞ മൂവി ഞാൻ 2016 അത് ഇറങ്ങുന്നത്. 16 പിന്നെ 17 പറ്റും. ആ സമയത്ത് അച്ഛനെ ഞാൻ കൂട്ടി പോയ സമയത്തൊക്കെ അച്ഛൻ ഇങ്ങനെ എന്താ പറയാ ഒന്നും പറയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം വെച്ചാല് അമ്മ പറയും നീ ഇല്ലാത്ത സമയത്ത് നമ്മളോട് പറയും ഇവൻ എങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള
ഒരു ധൈര്യം കിട്ടും എന്നുള്ളത് അത് പറയും. പിന്നെന്ന് വെച്ചാൽ അച്ഛൻ ആക്ച്വലി മരണപ്പെടുന്നത് 2023-ലാണ്. 23 മെയ് 2-ാം തീയതിയാണ് അച്ഛൻ മരിക്കുന്നത്. മെയ് 9-നാണ് ഞാൻ അമരൻ്റെ ഷൂട്ടിനായിട്ട് ആദ്യമായിട്ട് കാശ്മീരിലേക്ക് പോകുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് വളരെ ഇതുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അമരൻ്റെ കോള് വന്നതൊക്കെ 2022 ലാസ്റ്റ് ഡിസംബർ ടൈമാണ്. ആ ടൈമൊക്കെ ഞാനിത് പറഞ്ഞ സമയത്തൊക്കെ ഭയങ്കര സന്തോഷിച്ചിരുന്നു. അച്ഛനെ ഈ ആംഡ് ഫോഴ്സസിനോട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പം എങ്ങനെ എയർഫോഴ്സിലായിരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു മേജർ റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറാണ് അമരനിൽ ചെയ്തത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, എങ്ങനെ അതും പിന്നെ കമൽഹാസൻ സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അമരൻ്റെ, രാജ്കമൽ ഫിലിംസ്. എങ്ങനെ അവര് നിന്നെ വിളിച്ചു? കാരണം വെച്ചാൽ അവര് നമ്മളെ വിളിക്കുകയാണ്, നമ്മൾ അവിടുത്തെ പോയതല്ല. എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി? അവര് ബോംബെയിലുള്ള ഏതൊരു കാസ്റ്റിംഗ് ഏജൻസിയിൽ, ഇപ്പം ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഒരുപാട് പിന്നെ ബോംബെയിലൊക്കെയുള്ള കാസ്റ്റിംഗ് ഏജൻസീസിലുണ്ട്. അത് ഞാൻ ആക്ച്വലി ഹിന്ദിയിലേക്ക് ട്രൈ ചെയ്യാനുള്ളൊരു സംഭവമാണ്. അവിടെ നിന്നാണ് ഇവർ എൻ്റെ പ്രൊഫൈൽ എടുക്കുന്നതും. മേജർ പിന്നെ രാജാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരിത്. അപ്പം ഈ പിന്നെ രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറയുന്ന ഡയറക്ടർ ഇതിൻ്റെ അകത്ത് ഒറിജിനലായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഫോട്ടോസും അവരുടെ ലൈഫ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നല്ലോണം സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ മേജർ രാജാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇന്ന ആളോട് നല്ല സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോ അവർ സെലക്ട് ചെയ്യുന്നതും അവിടെ നിന്ന് എന്നെ വിളിക്കുന്നതും. അത് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല, അറിയാണ്ടൊരു വിളി വരികയാണ്. പൊതുവേ സിനിമയിലേക്ക് കേട്ടിട്ടുണ്ട് കുറച്ച് റെക്കമെൻഡേഷൻസും അതേപോലെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുകയുള്ളൂ, ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു വിപിന്റെ കാര്യത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണോ? അതെ, ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഞാൻ എന്താ വെച്ചാൽ എനിക്ക് സംഭവം എന്ന് വെച്ചാൽ ഭാഗ്യം എന്ന് പറയുന്ന സാധനം ഹാർഡ് വർക്ക് മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി, അത് മാത്രമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വിടാതെ എന്താ പറയാ നമ്മൾ പിടിവിടുന്ന അവസ്ഥയിലുണ്ടാവുമല്ലോ. എല്ലാം നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പിടിവള്ളി എവിടെയെങ്കിലും കിട്ടുക എന്ന് പറയുന്നില്ലേ, ആ ഹാർഡ് വർക്കിന്റെ ഒരുമിച്ച് ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് വരുമ്പം ദാറ്റ് ഈസ് എ മിറാക്കിൾ. അതാണ് സത്യം പറഞ്ഞ ഭാഗ്യം. അല്ലാണ്ട് നമ്മൾ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും വരും, ലക്ക് ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ ദൈവത്തിനല്ലേ കുറച്ച് റിലീജിയസ് ആവാം, പ്രാർത്ഥിച്ചത് കൊണ്ട് വരും, അതൊന്നും കാര്യം നമ്മുടെ സൈഡിൽ നിന്ന്. ഇതൊക്കെ ഈ പറയുന്ന കാര്യം നമ്മളെ ഞാൻ പറഞ്ഞ ഒന്നും റിലേഷൻഷിപ്പ് ചെയ്യുന്നത് ഒന്നും മോശമല്ല. അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം തരണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട്. ബിക്കോസ് നമ്മൾ വൺസ് നമ്മൾ ക്യാമറന്റെ മുമ്പിൽ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒറ്റക്കാം. ഈ പറയുന്ന ഡയറക്ടർക്ക് ഒരു വിശ്വാസം, പ്രൊഡ്യൂസർക്ക് ഒരു വിശ്വാസം, ഇവരെല്ലാവരും പൈസ ഒക്കെ മുടക്കി നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നല്ല അതെ, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ ക്യാമറയുടെ മുന്നിൽ എത്തിയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർന്നല്ലോ. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ആയി പോകുന്നുണ്ടല്ലോ അല്ലേ? എത്രയോ കഴിവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചില സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ മേ ബി അല്ലേ എന്താണെന്ന് അറിയില്ല, ചില സമയത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. നന്നായിട്ട് ആക്ട് ചെയ്യുന്നവരും പക്ഷെ ചിലപ്പോൾ ഒന്ന് ക്യാമറയുടെ മുന്നിൽ എത്തുമ്പോഴേക്ക് അവിടെയൊക്കെയാണ് നമ്മൾ ആക്ച്വലി നമ്മൾ സത്യം പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. ഇത്രയും വർഷമായിട്ടും അവർക്ക് ആ ഒരു മാജിക് ഇപ്പോഴും അവർക്ക് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. എനിക്കത് ചോദിക്കാനുണ്ട്. ഇപ്പൊ നമ്മളുടെ മൂവി വരാൻ വേണ്ടി പോകുന്ന പാട്രിയോട്ട്, അതില് മമ്മൂക്ക, ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് എനിക്കറിയണം. ആക്ച്വലി പാട്രിയോട്ടിലേക്ക് ഈ പറയുന്ന പോലെ വേറൊരു സംഭവം വെച്ചാൽ പാട്രിയോട്ടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവില്ല എങ്ങനെയെങ്കിലും ഈ പടത്തിന്റെ ഒരു ഭാഗമാകാന്ന് പറയുന്നത്. അപ്പം കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട് നമ്മളെ, പിന്നെ രാക്കേന്ദ് എന്നാണ് പേര്. അവരുടെ ഓഫീസിൽ നിന്നാണ് പെട്ടെന്നൊരു വിളി വന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്ന് അയച്ചാണെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഓക്കെ മഹേഷ് നാരായൺ സാർ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പം അവർ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യും. ജസ്റ്റ് ഒരു ദിവസമാണ്. എൻ്റെ കോമ്പിനേഷൻ വരുന്നത് രാജീവ് മേനോൻ എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി ഹി വാസ് എ ക്യാമറാമാൻ. പുള്ളി നമ്മളെ ബോംബെ, അതായത് മണിരത്നം സിനിമകളുടെ ക്യാമറാമാനാണ്. ഞാൻ മനസ്സിൽ ആലോചിച്ചു രാജീവ് മേനോൻ. പോരാണ്ട് പുള്ളി 2 സിനിമ ഡയറക്റ്റ് ചെയ്തെന്ന് അറിഞ്ഞത് ഞാൻ അവിടെ പോയിട്ടാണ്. പുള്ളിയായിട്ട് നമ്മൾ ചെയ്ത് വർക്ക് ചെയ്തതിന് ശേഷമാണ് പുള്ളി പറയുന്നത് ഞാൻ 2 പടം പിന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മിൻസാരക്കനവ്, ഒന്ന് കണ്ടുകൊണ്ടും. ഞാൻ ഞെട്ടിപ്പോയി, അയ്യോ ഇത്രയും വലിയ. ഓക്കെ, അപ്പം അപ്പം പുള്ളി ആക്ച്വലി നല്ലൊരു ടെക്നീഷ്യനാണ്. പ്ലസ് പുള്ളി പറഞ്ഞു ഞാനൊരു പടം അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഈ ഹരികൃഷ്ണൻ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അതെ.
അതിൻ്റെ അകത്ത് പിന്നെ ജൂഹി ചൗല പറയുന്നില്ലേ ഈ ദത്തൻ എന്ന് പറഞ്ഞിട്ട് ദത്തനായിട്ട് ചെയ്തതും സാറാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സാറിന്റെ അടുക്കൽ തന്നെ ഇത് അറിയേണ്ട വന്ന് പിന്നെ ഞാൻ പറഞ്ഞു സാർ ഇത് അറിയാൻ നന്നായി, കാരണം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ സാറിന്റെ അടുക്കൽ പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആകെ ഒരു കോൺഷ്യസ് ആയി പോയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സാറ് നല്ലൊരു വർക്കിംഗ് സ്പേസ്, കാരണം വെച്ചാൽ നമുക്കൊരു 1-to-1 സാറുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനായിരുന്നു. അപ്പം പാട്രിയോട്ട് 23rd ഏപ്രിലിന് അതും റിലീസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇക്കൊല്ലം കുറെ നല്ല മൂവീസ് എന്തായാലും വിപിന്റെ സൈഡിൽ നിന്നുണ്ട്. സോ കമ്മിങ് ബാക്ക് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ. മമ്മൂക്കി ലാലേട്ടൻ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ കുറേ ഇത് മമ്മൂക്ക പടങ്ങളിലാണ് ആദ്യം കുറേ എത്തിപ്പെട്ടത്. ഈ പറയുന്ന പോലെ എല്ലാം പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പടങ്ങൾ തന്നെയാണ് വന്നത്. മമ്മൂക്കേന്റെ ഡൂപ്പായിട്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടി സ്രാങ്ക് എന്ന് പറഞ്ഞൊരു പടം. അതിൻ്റെ അകത്ത് മമ്മൂക്ക ചെയ്യുന്ന ഫൈറ്റും കാര്യങ്ങളും കുറെ സ്വിമ്മിങ്ങും ലാസ്റ്റിൽ മമ്മൂക്ക മരിക്കുമ്പം കടലിൽ ഫ്ലോട്ട് ചെയ്യുന്നത് വരെ ഞാനാണ്. അപ്പൊ അങ്ങനെയുള്ള പുള്ളി അതിൻ്റെ അകത്തൊരു പിന്നെ കടത്തുകാരനാണ്. അതാണ് കുട്ടിസ്രാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പുള്ളി മിന്നലേറ്റിട്ട് അങ്ങനെ പുള്ളി മരിച്ചിട്ട് അങ്ങനെ കടലിൽ ഇങ്ങനെ മരിച്ച നിലയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി പോകുന്ന സംഭവമാണ്. ശരിക്കും ഡ്യൂപ്പൊക്കെ ആയിട്ട് അഭിനയിക്കാൻ ഭയങ്കര റിസ്ക് ആണ്. എനിക്ക് ആക്ഷൻ സീൻസിനോട് എനിക്ക് പണ്ടേ ഇഷ്ടമുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് അൻപു അറിവ് എന്ന് പറയുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് അവരെ കണ്ടിട്ട് എന്നെ കൂടെ കൂട്ടിയത്. ഞാൻ ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള എന്താ പറയാ മാഫിയ ശശി സാറ് ഇവരുടെ കൂടെയൊക്കെ ഞാൻ ഈ ഫൈറ്റേഴ്സ് ആയിട്ടൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിങ്ങിന്റെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫൈറ്റിംഗ് എന്ന് പറയുന്നതും ഒരു ടൈമിംഗ് ഉണ്ട്, അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറെ സംഭവമാണ്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള വെച്ചാൽ ആക്ടേഴ്സിലൊക്കെ വെച്ചാൽ ജസ്റ്റ് ഇവർ വന്നു, അവരെ ഫൈറ്റ് മാസ്റ്റേഴ്സ് വരും, കാണിച്ചു തരും, പോകുന്നല്ലാതെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ സത്യം പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫൈറ്റിംഗ്. അത് പിന്നെ എന്നെ ഈ ടിയാൻ എന്ന് പറയുന്ന മൂവിയിൽ ഈ അൻപു അറിവ് ആയിരുന്നു ഫൈറ്റ് മാസ്റ്റേഴ്സ്. അതും കോയിൻസിഡന്റലായിട്ട് ഇവർ വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഈ പുള്ളിനെ നിങ്ങൾ കൊറിയോഗ്രാഫിങ്ങളെ നമുക്ക് പേടിക്കേണ്ട, നമ്മൾ സ്വന്തം ആളാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അറിയോ? അവ പറഞ്ഞു അപ്പൊ നിങ്ങൾ ടിയാൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ ഫൈറ്റിൽ കുറച്ച് അടിപൊളി സാധനം. ഇത് കണ്ടിട്ടാണ് പിന്നെ ബഗീര എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവിയിൽ പ്രഭുദേവ് സാറിന്റെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഇവര് എന്നെ വിളിച്ചു. അൻവർ മാസ്റ്റർ ഇവര് ടിയാന്റെ ആ ഷോട്ട് കാണിച്ചപ്പം ഡയറക്ടർ നിന്നാ പിന്നെ പുള്ളിനെ തന്നെ വിളിക്കുന്നു. ഇത്രയും ഫൈറ്റേഴ്സ് ഉള്ള തമിഴിന്ന് മലയാളിയായ എന്നെ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നത്. അപ്പോ പിന്നെ വിളിച്ചു, നമ്മൾ തമിഴിൽ പോയി പിന്നെ പ്രഭുദേവ് സാറപ്പുറം കണ്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ ശരിക്കും ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ഫൈറ്റിങ്ങിന്റെ കാര്യം, അപ്പൊ അത് ഇപ്പൊ ഈ ഒരു കന്നഡ മൂവിയിലേക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അതിലെ ആക്ഷൻ സീക്വൻസ് എല്ലാം ചെയ്യാനായിട്ട് തുപ്പാക്കി കാന്ത എന്തായാലും തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ വിപിൻ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു, അങ്ങനെ അല്ലേ ഈ ഒരു വലിയൊരു ജേർണി തന്നെയാണ് വിപിന്റെ. അപ്പൊ അതേപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഡ്യൂപ്പായിട്ട് മമ്മൂക്കേന്റെ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചിട്ട് അപ്പൊ മമ്മൂക്കിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ. മമ്മൂക്കിന്റെ സൈഡിൽ നിന്ന് എനിക്കൊരു മമ്മൂക്ക ആ സമയത്തുള്ള പഴശ്ശിരാജിലൊക്കെയുള്ള ആ ഒരു ടൈമുള്ള മമ്മൂക്ക എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മമ്മൂക്കിനെയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ജനറേഷനൊക്കെ നമുക്ക് വളരെ ഫ്രീ ആണ്, മിങ്കിളിങ് ഈസി ആണ്. അന്നൊക്കെ നമ്മളൊക്കെ വളരെ പേടിയോടെയാണ് മമ്മൂക്കേനെ കണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ നമുക്കൊന്നും മമ്മൂക്കെ എടുത്തു അങ്ങനെ പോയി പറയാനോ. അപ്പൊ ആ സമയത്തൊക്കെ ഞാനൊക്കെ ജോർജേട്ടനോട് അസിസ്റ്റന്റ് ഉണ്ടല്ലോ ജോർജേട്ടനോടൊക്കെ പറയും. അപ്പം ജോർജേട്ടൻ പറയും ആയിട്ടില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അത്രയും ഇതായിരുന്നു. പക്ഷെ ഒരു സംഭവിച്ചാല് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ അകത്ത് ബ്ലഡ് വേണ്ടുന്ന സമയത്ത് നമ്മളൊക്കെ ഡ്രസ്സ് വേറെ ആയിരിക്കും, അവരുടെ ഡ്രസ്സല്ല. പക്ഷെ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞു എൻ്റെ ഈ ഡ്രസ്സ് തന്നെ പുള്ളിക്ക് കൊടുത്തോളൂന്ന്. പിന്നെ ജോർജേട്ടൻ പറഞ്ഞു. അപ്പൊ ജോർജേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങനെ സാധാരണ പറയാത്തതാണ്. ഞാൻ പറഞ്ഞു ജോർജേട്ടൻ എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു പുള്ളിയുടെ ആ ഒരു സ്നേഹം ആ രീതിയിലാണ് ഇതാക്കുക. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് നല്ല ഫ്രീ ആയിട്ട് എല്ലാവരുമായിട്ടും ഇപ്പോഴത്തെ പ്രസന്റ് യൂത്ത് ആയിട്ട് അത്രയും കമ്പനിയാണ് അവര്. വളരെ ഒരു വൈബിങ് ഇപ്പൊ പറഞ്ഞ അമരൻ എന്ന മൂവിന്റെ കാര്യം പറഞ്ഞു, കമൽ ഹാസൻ സാറിന്റെ. അപ്പൊ ആ ഒരു
അത്രയും വലിയൊരു ലെജൻഡ് കമൽ ഹാസൻ സാറിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഓക്കെ, കമൽഹാസൻ സാർ ആക്ച്വലി അങ്ങനെ നമ്മുടെ സെറ്റിലോ കാര്യങ്ങളോ ഒക്കെ ഒന്നും വരാത്ത ഒരാളാണ്. പക്ഷെ അത് പുള്ളിക്ക്, അതായത് രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറയുന്ന ഡയറക്ടറോട് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് എന്ത് ചെയ്യാനുള്ള ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സിന് കിട്ടുമെന്നുള്ളത്. അത്രയും, കാരണം വെച്ചാൽ ഇപ്പൊ കാശ്മീരിൽ പോയി ഒറിജിനൽ പട്ടാള ക്യാമ്പിൽ ഷൂട്ടിംഗ് കിട്ടുക എന്ന് പറയുന്നത് അത് കമൽഹാസൻ സാർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. സാറിന് ഹയർ അതോറിറ്റീസും നമ്മുടെ മിനിസ്ട്രിയിലും ഒക്കെയുള്ള അവർക്ക് ആ ബന്ധത്തിന്റെ പേരിലാണ് ഒറിജിനൽ ചീത്ത ക്യാമ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചീത്ത ക്യാമ്പ് എന്ന് പറയുന്ന ഈ സാധാരണ പട്ടാളക്കാർ ഭയങ്കര ക്ലീൻ ഷേവും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ. ഈ ചീത്ത ക്യാമ്പിലെ ആൾക്കാർക്ക് ക്ലീൻ ഷേവ് ഒന്നും ചെയ്യണ്ട. ഇവർക്ക് കോമൺ മാനിനെ പോലെ താടി വളർത്താം, എല്ലാം എന്താ പറയാ ഒരു സ്ലാഗ് ആയിട്ടുള്ള രീതിയിൽ. ഇത് നമ്മുടെ പെഹൽഗാം അങ്ങോട്ടേക്ക് ആ ഒരു ബോർഡറിലേക്ക്. ഇത് RR-44, അതായത് രാഷ്ട്രീയ റൈഫിൾസ് 44 എന്ന് പറഞ്ഞിട്ട് ഇവരെ വേറെ തന്നെ ഒരു വിങ് ആണ്. ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഇവർക്കാണ്. കാരണം വെച്ചാൽ ഇവരെ ഓരോ നിമിഷവും ഏത് നിമിഷവും ഇവരുടെ ലൈഫിന് ഡേഞ്ചറാണ്. ടോട്ടൽ വെച്ചാൽ നമ്മൾ ഈ ടെററിസ്റ്റ് ആ കാടിന്റെ തൊട്ട് ബോർഡറിലാണ് ഇവരുള്ളത്. അപ്പൊ ഇവർക്ക് കോമൺ പബ്ലിക് ആയിട്ട് എപ്പോഴും ഇവർ മിങ്കിളിംഗ് ആണ്. പെട്ടെന്ന് ടെററിസ്റ്റിനെ അവരെ ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരെ ആ ഒരു രീതിയിൽ ഇവരെ ഇതാക്കുന്നത്. കാരണം നമ്മളെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണിലേക്ക് കൂടി പറഞ്ഞാൽ നിങ്ങൾ താടിയും മുടിയും ഒന്നും എടുക്കണ്ട, നിങ്ങൾ അതുപോലെ നിങ്ങൾ ഫുൾ വളർത്തിക്കോ എന്നുള്ള രീതിയിലാന്ന് പറഞ്ഞത്. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് പട്ടാളം, ഞാനും ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. ഇതേത് പട്ടാളം ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ പട്ടാളം. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഡാഡി, എനിക്ക് ഇനിയിപ്പോ അവിടെ പോയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പം അച്ഛൻ പറഞ്ഞു ഇനി നീ വല്ല തീവ്രവാദിനെ മാറിപ്പോയതാണോ. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് അന്നേരം നമ്മളെ മനസ്സിലുണ്ടാവല്ലോ. നമുക്കാണെങ്കിലും ഒന്നും ചോദിക്കാനും പറ്റാത്ത അവസ്ഥ. അയ്യോ, അത് സത്യമാണല്ലേ. ചിലത് ഇങ്ങനത്തെ ഓരോ ക്യാരക്ടർ വരുമ്പോ നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കാൻ ഇനി ഇത് ഉള്ളതാണോ, ഇനിയിപ്പോ ഉള്ള വേഷം കിട്ടിയ വേഷം പോകണ്ടെന്ന് വെച്ചിട്ടല്ലേ അവിടെ പോയിട്ടാണല്ലോ ബാക്കി സംഭവം അറിഞ്ഞത്. അതെ, അപ്പൊ അവിടെ പോയി അങ്ങനെ അവര് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ RR-44 കയറുമ്പോൾ, ചീത്ത ക്യാമ്പിൽ കയറുമ്പോൾ നമുക്ക് 2 ലൈൻസ് അവർ പറഞ്ഞു തരാണ്. ഈ ലൈൻസിന്റെ അപ്പുറം നിങ്ങൾ പോര്. കാരണം വെച്ചാൽ നമ്മളിപ്പം എന്താ പറയുക യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞാൽ അവരിപ്പം എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കറിയില്ല നിങ്ങൾ ഒറിജിനലാണോ അല്ലയോ അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഈ 2 സ്ഥലത്തു നിന്നും പോകാൻ പാടില്ല. നമ്മള് മെയില് നമ്മൾ പോയിട്ട് ആക്ച്വലി 2-3 ഡേയ്സ് കൊണ്ട് എന്തോ ഒരു സമ്മിറ്റോ അങ്ങനെ എന്തോ ഒരു ആ സമ്മിറ്റിന്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർക്കൊരു ഡേഞ്ചർ വന്നപ്പോഴേക്ക് അവർ പറഞ്ഞു എല്ലാവരും ഉടനെ നാട്ടിലേക്ക് പാക്ക് ചെയ്തു. അങ്ങനെ നാട്ടില് ഷൂട്ട് നിർത്തി വെച്ചു. പിന്നെ നമ്മുടെ ശിവകാർത്തികേയന്റെ കുറച്ച് ഡേറ്റ്സിന്റെ ഒക്കെ ഇഷ്യൂ വന്നിട്ട് പിന്നെ കുറച്ച് നീണ്ടുപോയി. അപ്പം അത്രയും റിസ്കി ഏരിയയിലേക്കാണ് നമ്മൾ പോയത്. ഓക്കെ വിപിൻ, അപ്പോൾ നമ്മളുടെ ഈ മൂവി ഫെബ്രുവരി 6-ാം തീയതി റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 18-19 കൊല്ലമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിപിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ വലിയൊരു ജേർണി തന്നെയാണ് അല്ലേ. അപ്പൊ ഇപ്പോഴാണ് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് വിപിന് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്തിച്ചേരും എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു ഹാർഡ് വർക്കിലൂടെ വിപിൻ കാണിച്ചു തന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ജേർണിയിൽ വിപിന് പെട്ടെന്ന് മനസ്സിൽ ഇപ്പോഴും എന്താ പറയുക ഒരു വിഷമമായിട്ട് മാറി നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിനോട് ഷെയർ ചെയ്യാനുണ്ടോ? ഇതിൻ്റെ അകത്ത് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സൊസൈറ്റി, നമ്മളെ മലയാളീസ് സൊസൈറ്റി എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര കൺസേൺഡ് ആണ് നിങ്ങളെ പറ്റിയിട്ടുള്ള. നമ്മളിപ്പം ചെറുപ്പത്തിൽ നമുക്കൊരു അറിഞ്ഞു വരുന്ന കാലം തൊട്ടിട്ട് എല്ലാവരും ഇപ്പം എന്താവാനാണ് ആഗ്രഹം. നമ്മളിപ്പോൾ കുട്ടികളോട് നമ്മൾ ചോദിക്കല്ലോ എന്താവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ അവരെ മാക്സിമം ഇപ്പോൾ ഉള്ള പ്രസന്റ് സിനാറിയോന്റെ വെച്ചിട്ട് നമ്മൾ അവരെ ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ എൽഡേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്രോയിങ് സ്പേസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ഗ്രോയിങ് സ്പേസിലേക്ക് അവർക്ക് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ നമ്മളെക്കാട്ടും നല്ല രീതിയിൽ അവർക്കാണ് അറിയുക
എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, അവരായിരിക്കും കുറച്ചും കൂടി അപ്ഡേറ്റ്. പിന്നെയും നമ്മൾ പണ്ടത്തെ ഏതോ ഒരു കാലഘട്ടത്തിന്റെ ഒരു 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 ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരോട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവര് വളർന്ന് വലുതാവുമ്പോഴേക്ക് ചില സമയം ഇന്ന് ഉള്ള പോലെയല്ല, 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുന്നുള്ളത് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. കാരണം അന്നേരമൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഇന്റർനെറ്റിനോടും ഇത്രയൊന്നും ആക്സസിബിലിറ്റി മുമ്പുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ ഈസി ആയിട്ടല്ലേ ജോബ്സ് എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ ആ ഒരു ടാലന്റ് കാണാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞുതരാം, ഒരു 15 ഇയേഴ്സ് മുമ്പ്, 15 കൊല്ലം മുമ്പ് ഒരു കുടുംബത്തിനോട് നിങ്ങളെ മക്കൾക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇന്നും ഒരുപാട് ഫാമിലീസിന് അത് സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഇന്നും ഉണ്ട്. പക്ഷെ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് സത്യം പറഞ്ഞാൽ ദേ ആർ ഏണിങ് ലൈക്ക് എനി അതർ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത്രയും ഹാർഡ് വർക്കും ഇതിനകത്തും ഉണ്ട്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഇനി ചില സമയം ഇനി 15 കൊല്ലം ഇതിന്റെ അപ്പുറം ആവുമ്പോൾ ഇനി എന്താ നമ്മളെ നാട്ടിൽ നടക്കാന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. വി കനോട്ട് പ്രെഡിക്റ്റ്. പിന്നെ നമ്മുടെ യൂത്തിന് അപ്പോഴും അവരുടേതായ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. ബിക്കോസ് അവരാണ് എന്താ പറയാ, യൂത്തിന് എപ്പോഴും നമ്മുടെ കരിയർ എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അവർക്കൊരു ധാരണ ഉണ്ടാവും. അതെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ചട്ടക്കൂട് അവരിലേക്ക് ഫോഴ്സ് ചെയ്യാതെ അവർക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ സപ്പോർട്ട് കൊടുക്കാം. എന്നല്ലാതെ നീ ഇന്ന് തന്നെ നീ ചെയ്യണം എന്നുള്ളൊരു സാധനം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലത്തെ ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൽ നിന്നും ചട്ടക്കൂടിൽ നിന്നും ഇതെല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് വിഷമം തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് രക്ഷ വന്നെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിനെ ഈ ബുക്ക് റീഡിങ്ങിനോടെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന നമ്മുടെ നെഗറ്റീവ് സർക്കിൾസ് നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ഈ ബുക്സിന്റെ ലോകത്തേക്ക് വായിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫാണ്. ഞാൻ ഭയങ്കര ഒരു പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡിലുണ്ടാവും. അത് ഈ പറയുന്ന പോലെ നമ്മൾ പിന്നെ ട്രാവലിംഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. ഇതുവരെ ഈ പറയുന്ന പല ഇതിൻ്റെ എല്ലാം തിരക്കിൻ്റെ ഇടക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ പിന്നെ ജനറേഷൻ യൂത്തും എല്ലാം ട്രാവലിംഗിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ്. ഇന്നെല്ലാവരും പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ട്രാവലിംഗ് വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലെത്തുമ്പം അവിടുത്തെ കൾച്ചേഴ്സ് എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ പെർസെപ്ഷൻ മാറിക്കിട്ടും. ലൈഫിന്റെ തന്നെ ഒരു പെർസെപ്ഷൻ നമുക്ക് മാറിക്കിട്ടും. കുറേയും കൂടി നമ്മൾ ഓപ്പൺ ആവും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. അതേപോലെ തന്നെ വിപിൻ പറഞ്ഞതുപോലെ നമ്മൾ അധികം നെഗറ്റീവ് എനർജി എടുക്കാതിരിക്കുക. നമ്മളുടെ ഒരു പാഷൻ എന്താണ് അതിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ചുറ്റും ഉണ്ടാകും. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആവുന്നതുകൊണ്ടാണ് ഇപ്പം ഒരാള് എല്ലാവരും കൂടി നെഗറ്റിവിറ്റി ആയിട്ട് അവര് ഇപ്പം ഈ വരുന്ന സുസൈഡ്സ് പോലും ഒരുപാട് ആത്മഹത്യകളൊക്കെ ഇപ്പം വരുന്നത് തന്നെ ഇവർക്ക് താങ്ങാനാവുന്നില്ല. അപ്പോൾ അതുപോലും വരുന്നത് ഈ പറയുന്ന പ്രഷേഴ്സ് കൊണ്ടാണ്. അതായത് നമ്മളെ ഒരു മനസ്സിലെ വിഷമം ഒരാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇവരിത് ചെയ്യുന്നത്. എന്നെ ഷോക്ക് ചെയ്തത് നമ്മുടെ പിന്നെ സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ ഒരു സൂസൈഡ് ആയിരുന്നു. കാരണം ഇത്രയും പുള്ളി ആക്ച്വലി സക്സസ്ഫുൾ ആണ്. പുള്ളി നല്ല എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനായിരുന്നു. പുള്ളി ചെയ്ത ഫിലിംസ് ഒക്കെ നല്ല രീതിയിലൊക്കെ പോയിരുന്നു. പക്ഷെ ഒരു മൊമെന്റ് ആയിരിക്കാം, എന്താണ് ആ സമയത്ത് നടന്നത് എന്നൊന്നും നമുക്കറിയില്ല. ചില സമയത്ത് നമ്മൾ വീക്കായി പോകും. പറഞ്ഞതുപോലെ ഒരു മെന്റൽ പ്രഷറോ എന്താണ് നമുക്കറിയില്ല. അപ്പൊ മാക്സിമം നമ്മളുടെ സൊസൈറ്റിയും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മള് മറ്റുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് നമ്മളെ സ്പേസ് നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്പോഴുള്ള ആൾക്കും നമ്മൾ സ്പേസ് കൊടുക്കും. സ്വന്തം കാര്യം ശ്രദ്ധിക്കുക. പോയിട്ട് നീ എന്താണ് നിനക്ക് ഇതിൽ നീ എന്ന സിനിമയിൽ തന്നെ കുറെ നാളായല്ലോ തുടങ്ങിയിട്ടല്ലോ അങ്ങനത്തെ ടോക്ക് ഉണ്ടാവില്ല, ഇതുവരെ ഒന്നും ചെയ്തില്ലേ. അത് എന്താണെന്നറിയോ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടർ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യുമില്ല. പിന്നെ അവർക്കറിയില്ല, അവർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടോക്കിലേക്ക് സൊസൈറ്റി മാറട്ടെ എന്തായാലും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വിപിൻ ഇത്രയും നേരം ഒരു നമ്മുടെ സവി ടോക്സിൽ വന്നിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ജേണി നല്ല രീതിയിൽ ആ ഒരു സ്റ്റോറിയെല്ലാം കേൾക്കാനും നല്ലൊരു രസമുണ്ടായിരുന്നു. വളരെയധികം മോട്ടിവേഷൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും വിപിൻ പറഞ്ഞത്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി ഹരിക്കാട റിലീസാവാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ സ്വന്തം കണ്ണൂരിൽ നിന്നും വിപിൻ്റെ ആ ഒരു പെർഫോമൻസ് ആണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും
ആ ഒരു മൂവി കാണുക, എന്തായാലും എൻകറേജ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ പാട്രിയോട്ട് എന്ന മൂവിയും ഏപ്രിൽ 23 റിലീസ് ചെയ്തത്. എനിക്കും വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കൊച്ചു ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ആക്ടറിന്റെ കൂടെ എനിക്ക് ആ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. വിശ്വകർമ്മ എന്നുള്ളതാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര്. സോ അതും സൂൺ റിലീസ് ഉണ്ടാവും. അഖിലേഷ് മോഹൻ എമ്പുരാന്റെ എഡിറ്റർ, അദ്ദേഹത്തിന്റെ മൂവിയാണ്. എന്തായാലും നല്ലൊരു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതും വേഗം റിലീസ് ആവട്ടെ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇപ്പോഴത്തെ ടോപ്പിക് കരിക്കാടയാണ്. അപ്പൊ എല്ലാരും വെയിറ്റിംഗ് ആണ്. തുപ്പാക്കി ക്യാരക്ടർ തുപ്പാക്കി കാന്ത ആരും മറക്കരുത്. അപ്പൊ എന്തായാലും കാണും. പ്രത്യേകിച്ച് കണ്ണൂരാരോടാണ്. കണ്ണൂരാരുടെ ഒരു സപ്പോർട്ട് എന്തായാലും നമ്മളുടെ കലാകാരന് വേണം. വലിയൊരു പ്രതിഭയാണ്. സോ ഇനിയും വലിയ 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 സിനിമയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് എന്തായാലും വിപ്പിന് തേടി എത്തട്ടെ. അതിലെന്തായാലും എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ. കുറേയധികം മൂവീസിൽ ഇനി വിപ്പിനെ കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സവിത, താങ്ക് യു വെരി മച്ച്.